കോതമംഗലത്ത് ഒരു സംഭവം ഉണ്ടായി. സോന എൽദോസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അതിൻ്റെ അമ്മ പറയുന്നു, അത് ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നു, എന്നെ മതം മാറ്റാൻ വേണ്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഇതൊരു ലവ് ജിഹാദിൻ്റെ കേസ് തന്നെയല്ലേ? പോട്ടെ, ലവ് ജിഹാദ് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഈ വിഷയത്തിൽ മതം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് എല്ലാ സമയത്തും വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാർ, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ വന്ന് ഒരു റോളുമില്ലാതെയും ചായ കുടിച്ചുകൊണ്ട് ആ ജയിലിൻ്റെ മൂലയ്ക്ക് ഇരുന്ന ഈ പറഞ്ഞ നേതാക്കന്മാർ ഒരു തവണയെങ്കിലും ആ കോതമംഗലത്ത് വീട്ടിൽ പോയോ? അവിടെ പോയത് ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ശ്രീ പി കെ കൃഷ്ണദാസി അവിടെ പോയി. ഞങ്ങളുടെ നേതാക്കന്മാർ മാത്രമാണ് അവിടെ പോയത്, ആ കുടുംബത്തിനൊപ്പം നിന്നത്, ആ കേസിൽ പിന്തുണ നൽകുന്നത്. എന്തുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം? കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ഇതുപോലൊരു സംഭവം, ഒരു ചെറിയ ഭാഗ്യത്തിന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ആ കുട്ടികൾ എന്ന് പറയുന്നത് പോലെ അന്നേരം ചെന്നത് ഞങ്ങളുടെ നേതാക്കന്മാരാണ്. അപ്പോൾ ഈ കൊട്ടാരക്കര വിഷയം നടക്കുമ്പോഴും കോതമംഗലത്ത് വിഷയം നടക്കുമ്പോഴും ഇവരൊക്കെ ഒരക്ഷരം ഇവരാരും മിണ്ടിക്കണ്ടോ? ഇതാണ് വിരോധാഭാസം. ഇവർ പറയുന്ന ഛത്തീസ്ഗഡിലെ പ്രശ്നം സംസാരിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്വന്തം കോതമംഗലത്തും കൊട്ടാരക്കരയിലും നടക്കുന്ന വിഷയത്തെക്കുറിച്ച് ഇവർക്കാർക്കൊന്നും മിണ്ടാനില്ല. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പോൾ അറ്റാക്ക് ചെയ്യുക, പരിഹസിക്കുക, ഈ പറഞ്ഞ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം. ആ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയത്തിൽ ആ നിലവാരത്തിലേക്ക് താഴാൻ ഞങ്ങൾക്ക് എന്തായാലും താല്പര്യമില്ല. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ലെവല് ഒരല്പം ഒരു ഹൈ മോറൽ ഗ്രൗണ്ടിൽ നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പ്രീണനം പറയുന്ന രാഷ്ട്രീയം പറയുന്നില്ല. ഞങ്ങൾ വികസനത്തിൻ്റെ രാഷ്ട്രീയവും മറ്റുമായിട്ടൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ തഴന്താണ് അവരോടൊപ്പം എന്താ പറയുന്നത്, ഞാൻ ഒരു കോട്ടിലേക്ക് കടക്കുന്നില്ല. കാരണം ഒരു കോട്ടുണ്ട്, ആരുമായിട്ടെങ്കിലും ഗുസ്തി പിടിച്ചു കഴിഞ്ഞാൽ ചെളി നമ്മുടെ ശരീരത്തായിരിക്കും പറ്റുക എന്നുള്ളത്.